Introduction to Managerial Economics. Man has unlimited wants. The moment one want is satisfied, the other want takes its place. മനുഷ്യന്റെ ആവശ്യങ്ങൾ അനവധിയാണ്. ഒരു ആവശ്യം സാറ്റിസ്ഫൈ ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ സ്ഥാനത്ത് നിരവധിയായിട്ടുള്ള മറ്റ് ആവശ്യങ്ങൾ കടന്നു വരും. To satisfy wants, he does efforts. Efforts yield income. അവന്റെ ആവശ്യങ്ങൾ സാറ്റിസ്ഫൈ ചെയ്യണമെങ്കിൽ അവനെ സംബന്ധിച്ച് പരിശ്രമം ആവശ്യമാണ്. അവന്റെ പരിശ്രമം അവന് ഇൻകം നൽകും. The income is used to satisfy his wants. ഈ ഇൻകം ആണ് അവന്റെ ആവശ്യങ്ങൾ സാറ്റിസ്ഫൈ ചെയ്യാൻ ഉപയോഗിക്കുക. Wants, efforts and income constitute the subject matter of economics. എക്കണോമിക്സിന്റെ പ്രധാനപ്പെട്ട പ്രതിപാദ്യ മേഖല എന്ന് പറയുന്നത് വാൺസും എഫേർട്സും ഇൻകവും ഒക്കെയാണ്. So all these wants, efforts and income give rise to economic problems. സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള കാരണവും ഈ മൂന്ന് സംഗതികളാണ്, വാൺസും എഫേർട്സും ഇൻകവും. So economic problems arise mainly because people have limited resources to satisfy their unlimited wants. ഈ സാമ്പത്തിക പ്രശ്നങ്ങൾ ഉരുത്തിരിയാനുള്ള കാരണം എന്താണ്? മനുഷ്യന്റെ അനവധിയായ ആവശ്യങ്ങൾ സാറ്റിസ്ഫൈ ചെയ്യാൻ അവന് പരിമിതമായിട്ടുള്ള വിഭവങ്ങൾ മാത്രമേ ഉള്ളൂ. The main problem that a man faces is how to get maximum satisfaction from the limited resources available. ഒരു വ്യക്തിയെ സംബന്ധിച്ച്, മനുഷ്യനെ സംബന്ധിച്ച് അവൻ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ പരിമിതമായ വിഭവങ്ങൾ ഉപയോഗിച്ച് അവന്റെ സാറ്റിസ്ഫാക്ഷൻ എങ്ങനെ മാക്സിമൈസ് ചെയ്യും. സ്റ്റഡി ഓഫ് ഇക്കണോമിക്സ് ഹെൽപ്സ് ഹിം ടു ഗെറ്റ് മാക്സിമം സാറ്റിസ്ഫാക്ഷൻ ഫ്രം ദ സ്കേഴ്സ് റിസോഴ്സസ്. ഇക്കണോമിക്സ് പഠിക്കുന്നതിലൂടെ ഒരു വ്യക്തിയെ സംബന്ധിച്ച് അവന്റെ പരിമിതമായ വിഭവങ്ങളിൽ നിന്നും അവന്റെ മാക്സിമം സാറ്റിസ്ഫാക്ഷൻ എങ്ങനെ ലഭിക്കുമെന്ന് അവനെ പഠിപ്പിക്കുന്നു. Thus, multiplicity of wants and scarcity of resources are the two foundation stones of economics. അതുകൊണ്ട് തന്നെ എക്കണോമിക്സിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ആവശ്യങ്ങളുടെ ബാഹുല്യവും വിഭവങ്ങളുടെ അപ്രാപ്തിയും തന്നെയാണ്. മീനിങ് ആൻഡ് ഡെഫിനിഷൻ ഓഫ് ഇക്കണോമിക്സ്. ഇക്കണോമിക്സിന്റെ മീനിങ്ങും ഡെഫിനിഷൻ നമുക്ക് എന്താണ് നോക്കാം. Economics is a social science. It is called as social because it studies mankind and society. Economics ഒരു സാമൂഹ്യ ശാസ്ത്രമാണ്. അതിനെ സോഷ്യൽ എന്ന് വിളിക്കാനുള്ള കാരണം അത് മനുഷ്യനെ കുറിച്ചും സമൂഹത്തെ കുറിച്ചും പഠിക്കുന്നത് കൊണ്ടാണ്. Besides, it deals with the aspect of human behavior. മനുഷ്യന്റെ പെരുമാറ്റത്തെ കുറിച്ച് അത് പഠിക്കുന്നു. It is called a science because it studies social problem from a scientific viewpoint. അതിനെ ഒരു സയൻസ് എന്ന് വിളിക്കാനുള്ള കാരണം മറ്റൊന്നുമല്ല, അത് സാമൂഹ്യ പ്രശ്നങ്ങളെ ഒരു ശാസ്ത്രീയ കാഴ്ചപ്പാടിലൂടെ സമീപിക്കുന്നു എന്നുള്ളതാണ്. പ്രൊഫസർ സാമുവൽസൺ once called economics as the queen of social sciences. പ്രൊഫസർ സാമുവൽസൺ ഒരിക്കൽ പറഞ്ഞത് ഇക്കണോമിക്സ് എന്ന് പറയുന്ന സാമൂഹ്യ ശാസ്ത്രങ്ങളുടെ രാജ്ഞി എന്നാണ് പറഞ്ഞത്. So today economics is called the super power of the social sciences. ഇന്ന് ഇക്കണോമിക്സിനെ മറ്റ് സാമൂഹിക ശാസ്ത്രങ്ങളുടെ സൂപ്പർ പവർ എന്നാണ് വിളിക്കുക. It is called so because it influences greatly on the lives of people. അതിനെ അങ്ങനെ വിളിക്കാനുള്ള കാരണം മറ്റൊന്നുമല്ല, അത് സ്വാഭാവികമായും മനുഷ്യന്റെ ജീവിതത്തെ എല്ലാ തലങ്ങളിലും സ്വാധീനിക്കുന്നതാണ് ഇക്കണോമിക്സ് എന്ന് പറയുന്നത്. According to George Bernard Shaw, economics is the art of making the most of life. The term economics is derived from the Greek word oikonomia, which means household management. ഗൃഹഭരണം എന്ന അർത്ഥമുള്ള oikonomia എന്ന ഗ്രീക്ക് വാക്കിൽ നിന്നുമാണ് ഇക്കണോമിക്സ് എന്ന് പറയുന്ന ടേം ഡിറൈവ് ചെയ്തിരിക്കുന്നത്. In earlier days,
The term political economy was used to represent the field of social science, which is now popularly known as economics. ഇന്ന് economics എന്ന് പ്രമുഖമായി അറിയപ്പെടുന്ന ശാസ്ത്രശാഖ ഒരു കാലഘട്ടത്തിൽ അറിയപ്പെട്ടിരുന്നത് പൊളിറ്റിക്കൽ ഇക്കോണമി എന്ന പേരിലാണ്. It was Alfred Marshall who used the term economics instead of political economy. Political economy എന്ന വാക്കിന് പകരമായി ഇക്കണോമിക്സ് എന്ന് പറയുന്ന വാക്ക് ഉപയോഗിച്ചത് ആഡം സ്മിത്ത് ആണ്. മാർഷൽ ആണ് ആ പദം ആദ്യമായിട്ട് ഉപയോഗിക്കുന്നത്. ആഡം സ്മിത്തിനെ നമുക്ക് ഇക്കണോമിക്സിന്റെ ഫാദർ എന്ന് വിളിക്കാം. So several economists have defined economics in different way. There is no definition of economics which is acceptable to all the economists. നമുക്ക് ഇക്കണോമിക്സിന്റെ ഡെഫിനിഷനിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ വ്യത്യസ്തമായ ഡെഫിനിഷനുകൾ കാണാൻ പറ്റും. പക്ഷേ എല്ലാവരാലും അംഗീകരിക്കപ്പെട്ട ഒരു ഡെഫിനിഷൻ ഇല്ല എന്ന് പറയാം. So all definitions of economics may be broadly divided into 4. 4 ഗ്രൂപ്പുകളാക്കി നമുക്ക് തിരിക്കാം ഇക്കണോമിക്സിന്റെ ഡെഫിനിഷനെ. വെൽത്ത് ഡെഫിനിഷൻ എന്നും, വെൽഫെയർ ഡെഫിനിഷൻ എന്നും, സ്കേഴ്സിറ്റി ഡെഫിനിഷൻ എന്നും, അതുപോലെ തന്നെ ഗ്രോത്ത് ഡെഫിനിഷൻ തിരിക്കാം. ആദ്യം നമ്മൾ കാണുന്നത് ആഡം സ്മിത്ത് ഡെഫിനിഷൻ ആണ്. അതിനെ വെൽത്ത് ഡെഫിനിഷൻ എന്ന് വിളിക്കും, അല്ലെങ്കിൽ ക്ലാസിക്കൽ ഡെഫിനിഷൻ എന്ന് വിളിക്കും. Actually, the science of economics was born in 1776 when Adam Smith published his famous work, An Inquiry into the Nature and Causes of Wealth of Nations. 1776 ആഡം സ്മിത്ത് തന്റെ പ്രമുഖമായിട്ടുള്ള വർക്ക് An Inquiry into the Nature and Causes of Wealth of Nations പബ്ലിഷ് ചെയ്തതിനെ തുടർന്നാണ് ഇക്കണോമിക്സ് ജന്മം കൊണ്ടതെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം ഇക്കണോമിക്സിൽ അത്ര വലിയ പ്രാധാന്യമാണ് ആ ഗ്രന്ഥത്തിനുള്ളത്. Adam Smith defined economics as the study of the nature and causes of national wealth. According to him, economics is the study of wealth, how wealth is produced and distributed. Adam Smith economics-നെ ഡിഫൈൻ ചെയ്യുന്നത് അത് വെൽത്തിനെ കുറിച്ചുള്ള പഠനമാണ്. വെൽത്ത് എങ്ങനെയാണ് പ്രൊഡ്യൂസ് ചെയ്യുക, വെൽത്ത് എങ്ങനെയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ഡെഫിനിഷൻ അറിയപ്പെടുന്നത് വെൽത്ത് ഡെഫിനിഷൻ എന്നാണ്. നെക്സ്റ്റ് മാർഷൽസ് ഡെഫിനിഷൻ ആണ്, അല്ലെങ്കിൽ വെൽഫെയർ ഡെഫിനിഷനോ നിയോ ക്ലാസിക്കൽ ഡെഫിനിഷൻ എന്ന് വിളിക്കും. Marshall was a mathematician and a geometrician who became a great economist. മാർഷൽ ഒരു മാത്തമാറ്റീഷ്യനും ജിയോമെട്രീഷ്യനും ഒക്കെയാണ്. അദ്ദേഹം പ്രമുഖമായ ഒരു ഇക്കോണമിസ്റ്റുമാണ്. He defined economics in his book Principles of Economics, published in 1890, as political economy or economics is a study of mankind in the ordinary business of life. It examines that part of individual and social action which is most closely connected with the attainment and with the use of the material requisites of well-being. ഇപ്പോൾ മാർഷലിന്റെ ഡെഫിനിഷൻ ശ്രദ്ധിക്കുക. പൊളിറ്റിക്കൽ ഇക്കോണമി എന്ന് അല്ലെങ്കിൽ ഇക്കോണമിക്സ് എന്ന് പറഞ്ഞാൽ മനുഷ്യനെ കുറിച്ചുള്ള പഠനമാണ്, അവന്റെ സാധാരണ ജീവിതത്തിൽ അവനെ കുറിച്ചുള്ള പഠനമാണ്. അതെന്താണ് എക്സാമിൻ ചെയ്യുക? ഇൻഡിവിജ്വൽ അതുപോലെ സോഷ്യൽ ആക്ഷൻ ആണ്. അത് അവന്റെ ജീവിതത്തിന്റെ ക്ഷേമം വർദ്ധിപ്പിക്കാൻ ഉതകുന്ന ഘടകങ്ങളുടെ അറ്റൈൻമെന്റുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മനുഷ്യ പെരുമാറ്റത്തെയാണ് ഇക്കണോമിക്സ് പഠിക്കുക. So Marshall shifted the emphasis from wealth to welfare. According to him, wealth is not the end, but only a means to an end, the end being human welfare. According to him, economics studies both wealth and welfare. Marshall's definition has come to be known as welfare definition. Marshall wealth നിന്നും വെൽഫെയറിന് പ്രാധാന്യം കൊടുത്തു. അദ്ദേഹം പറയുന്നത് വെൽത്ത് ഒരു ലക്ഷ്യമല്ല. ലക്ഷ്യം എന്താണ്? മനുഷ്യന്റെ ക്ഷേമമാണ്. ആ ക്ഷേമം നേടാനുള്ള ഒരു മാർഗം മാത്രമാണ് വെൽത്ത്. അതുകൊണ്ട് അദ്ദേഹം പറയുകയാണ് ഇക്കണോമിക്സ് വെൽത്തിനെ കുറിച്ചും വെൽഫെയറിനെ കുറിച്ചും പഠിക്കുന്നുണ്ട്, പക്ഷേ വെൽഫെയർ ആണ് ലക്ഷ്യം എന്ന് പറയുന്നത്.
അദ്ദേഹത്തിന്റെ ഡെഫിനിഷൻ അറിയപ്പെടുന്നത് വെൽഫെയർ ഡെഫിനിഷൻ എന്നാണ് അറിയപ്പെടുന്നത്. കാരണം അദ്ദേഹം കൂടുതൽ പ്രാധാന്യം കൊടുത്തത് വെൽഫെയറിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുത്തത്. നെക്സ്റ്റ് റോബിൻസ് ഡെഫിനിഷൻ ആണ്, സ്കേഴ്സിറ്റി ഡെഫിനിഷൻ എന്ന് പറയും. So Robbins gave a definition of economics in his famous book Nature and the Significance of Economic Science, published in 1932. Robbins' definition is known as scarcity definition. It is given as follows. Economics is the science which studies human behavior as a relationship between ends and scarce means which have alternative uses. റോബിൻസ് 1932 പബ്ലിഷ് ചെയ്ത നാച്ചുറൽ ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് ഇക്കണോമിക് സയൻസ് എന്ന പുസ്തകത്തിലാണ് ഒരു ഡെഫിനിഷൻ കൊടുക്കുന്നുണ്ട്. ആ ഡെഫിനിഷൻ ഇതാണ്: ഇക്കണോമിക്സ് ഈസ് എ സയൻസ്, ഇക്കണോമിക്സ് സയൻസ് ആണ്, വിച്ച് സ്റ്റഡീസ് ഹ്യൂമൻ ബിഹേവിയർ, അത് മനുഷ്യന്റെ പെരുമാറ്റത്തെ കുറിച്ച് പഠിക്കുന്നു. ആസ് എ റിലേഷൻ ബിറ്റ്വീൻ എൻഡ്സ് ആൻഡ് സ്കേഴ്സ് മീൻസ്, ലക്ഷ്യവും പരിമിതമായ വിഭവങ്ങളും ആ വിഭവങ്ങൾക്ക് വ്യത്യസ്തമായ ഉപയോഗങ്ങളുണ്ട്, അവ തമ്മിലുള്ള ബന്ധത്തെ കുറിച്ചാണ് ഇക്കണോമിക്സിൽ പഠിക്കുന്നതെന്ന് റോബിൻസ് പറയുകയാണ്. സ്വാഭാവികമായും അദ്ദേഹം റിസോഴ്സിന്റെ സ്കേഴ്സിറ്റിക്ക് പ്രാധാന്യം കൊടുക്കുന്നു എന്നുള്ളതാണ്. നാലാമത്തേത് മോഡേൺ ഡെഫിനിഷൻ ആണ്, അല്ലെങ്കിൽ ഗ്രോത്ത് ഡെഫിനിഷൻ ആണ്. പ്രൊഫസർ സാമുവൽസൺ ഹാസ് ഗിവൺ എ ഡെഫിനിഷൻ ബേസ്ഡ് ഓൺ ഗ്രോത്ത് ആസ്പെക്ട്സ്. ഗ്രോത്ത് ആസ്പെക്ട്സിനെ കൺസിഡർ ചെയ്തുകൊണ്ട്, ആസ്പദമാക്കിക്കൊണ്ട് പ്രൊഫസർ സാമുവൽസൺ ഒരു ഡെഫിനിഷൻ നൽകുകയാണ്. അത് ഇങ്ങനെയാണ്: എക്കണോമിക്സ് ഈസ് ദ സ്റ്റഡി ഓഫ് how men and society choose, with or without the use of money, to employ scarce productive resources which would have alternative uses, to produce various commodities over time and distribute them for consumption now and in the future among various people and groups of society. ഇതാണ് അദ്ദേഹത്തിന്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ ഇക്കണോമിക്സ് എന്ന് പറയുന്നതാണ് മനുഷ്യനെ കുറിച്ചും സമൂഹത്തെ കുറിച്ചുള്ള പഠനമാണ്. അവരെങ്ങനെയാണ് ചൂസ് ചെയ്യുക, പണം ഉപയോഗിച്ചോ ഇല്ലാതെയോ. ഈ പറഞ്ഞ സ്കേഴ്സ് റിസോഴ്സസ്, അതിന് വ്യത്യസ്തമായ ഉപയോഗങ്ങളുണ്ട്. സമൂഹത്തിന് വ്യക്തികൾക്കും ആവശ്യമായിട്ടുള്ള, അവർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനുള്ള, അവർക്ക് കൺസ്യൂം ചെയ്യാനുള്ള വിവിധ സാധന സേവനങ്ങൾ ഉൽപ്പാദിപ്പിക്കാനായി ഈ സ്കേഴ്സ് റിസോഴ്സ് എങ്ങനെ വിനിയോഗിക്കുന്നു എന്നതാണ് എക്കണോമിക്സ് പഠിക്കുക. അദ്ദേഹം അവിടെ പറഞ്ഞു വയ്ക്കുക എന്താണ്, ഈ റിസോഴ്സിനെ സംബന്ധിച്ച് ഭാവിയിൽ ഫ്യൂച്ചറിൽ ആളുകളുടെ ആവശ്യങ്ങളെ കൂടി മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ഉൽപാദനം നടത്തേണ്ടത് എന്ന ഒരു കാര്യം അദ്ദേഹം പറയുകയാണ്. അതായത് ഗ്രോത്തിന് പ്രാധാന്യം കൊടുക്കുകയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ഡെഫിനിഷൻ അറിയപ്പെടുക ഗ്രോത്ത് ഡെഫിനിഷൻ എന്നാണ്. Thus it can be concluded that economics is a study of how people use their limited resources to satisfy their unlimited wants. നമുക്ക് എങ്ങനെ കൺക്ലൂഡ് ചെയ്യാം? എക്കണോമിക്സ് എന്ന് പറയുന്നത് ആളുകൾ അവരുടെ പരിമിതമായ വിഭവങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് അപരിമിതങ്ങളായിട്ടുള്ള ആവശ്യങ്ങൾ എങ്ങനെ സാറ്റിസ്ഫൈ ചെയ്യുന്നു എന്നാണ് പഠിക്കുന്നത്. ഓക്കെ, താങ്ക് യു.